നമസ്കാരം. ലേറ്റ് സ്റ്റെപ്പ് ഡ്രില്ലിംഗ്, ഡ്രിൽ ഗ്രൈൻഡിംഗ് പ്രാക്ടീസ് എന്നിവയെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യുവാനാകും. ഔട്ട്സൈഡ് ഡയമീറ്റർ ±0.1 മില്ലിമീറ്റർ ആക്യുറസിയിൽ ടേണിംഗ് ചെയ്യുവാൻ, ഹാൻഡ് ഫീഡ് ഉപയോഗിച്ച് ആവശ്യമായ വലുപ്പത്തിൽ ഒരു ഹോൾ ഡ്രില്ല് ചെയ്യുവാൻ, ഡെപ്ത് ശരിയാക്കുവാൻ മുൻപ് ഡ്രിൽ ചെയ്ത ഹോളിലൂടെ സ്റ്റെപ്പ് ഡ്രിൽ ചെയ്യുക, ഡ്രിൽ ഗ്രൈൻഡിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഈ എക്സർസൈസ് ചെയ്യുവാൻ ആവശ്യമായ ടൂളുകൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ഔട്ട്സൈഡ് കാലിപ്പറുകൾ, ഇൻസൈഡ് കാലിപ്പറുകൾ, ചക്കി, ഫേസിംഗ് ടൂൾ, ടേണിംഗ് ടൂൾ, വ്യത്യസ്ത സൈസുകളിലുള്ള ഡ്രിൽ ബിറ്റുകൾ, പെഡസ്റ്റൽ ഗ്രൈൻഡിംഗ് മെഷീൻ, ഡ്രിൽ ഗേജ്. ഖരവസ്തുക്കളിൽ വൃത്താകൃതിയിലുള്ള ഹോളുകൾ നിർമ്മിക്കുവാൻ ഒരു കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെറ്റൽ കട്ടിംഗ് പ്രക്രിയയാണ് ഡ്രില്ലിംഗ്. ഹോളുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിനെ ഡ്രിൽ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത തരം ഡ്രില്ലുകളാണ് ഫ്ലാറ്റ് ഡ്രിൽ, ട്വിസ്റ്റ് ഡ്രിൽ. ട്വിസ്റ്റ് ഡ്രില്ലിനെ കൂടുതലായി തരംതിരിക്കുകയാണെങ്കിൽ ടാപ്പേർഡ് ഷങ്ക്, സ്ട്രെയിറ്റ് ഷങ്ക് ഡ്രില്ലുകൾ എന്നിവ ഉൾപ്പെടും. ഫ്ലാറ്റ് ഡ്രിൽ ഇത് ഡ്രില്ലിന്റെ ആദ്യകാല രൂപമാണ്. പ്രവർത്തിപ്പിക്കുവാൻ എളുപ്പവുമാണ്. ഇപ്പോൾ അതിന്റെ കുറഞ്ഞ എഫിഷ്യൻസി കാരണം ഇത് ഉപയോഗിക്കാറുമില്ല. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റാണ് ട്വിസ്റ്റ് ഡ്രിൽ. ഇതിന് രണ്ടോ അതിലധികമോ സ്പൈറൽ അല്ലെങ്കിൽ ഹെലിക്കൽ ഫ്ലൂട്ടുകളോ അതിനൊപ്പം രൂപം കൊള്ളുന്നു. ഷങ്കിന്റെ ആകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ട് ബേസിക് ടൈപ്പ് ട്വിസ്റ്റ് ഡ്രില്ലുകൾ പാരലലോ സ്ട്രൈറ്റോ ആയ ഷങ്ക്, ടേപ്പേർഡ് ഷങ്ക് എന്നിവയാണ്. പാരലൽ ഷങ്ക് ട്വിസ്റ്റ് ഡ്രില്ലുകൾ 13 മില്ലിമീറ്ററിൽ താഴെ വലുപ്പത്തിൽ ലഭ്യമാണ്. ഒരു ലെയ്ത്തിൽ ഡ്രില്ലിംഗ് ചെയ്യുന്നതിനും സ്റ്റെപ്പ് ഡ്രില്ലിംഗ് ചെയ്യുന്നതിനുമുള്ള ക്രമം ഇപ്പോൾ നമുക്ക് പഠിക്കാം. ഔട്ട്സൈഡ് കാലിപ്പറുകളും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് വർക്ക് പീസിന്റെ അളവുകൾ പരിശോധിക്കുക. ഒരു ചക്കി ഉപയോഗിച്ച് 4 ജോ ചക്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക. വർക്ക് പീസിന്റെ ഒരു എഡ്ജിൽ ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. വർക്ക് പീസിന്റെ ഫേസിംഗ് ചെയ്ത എൻഡിൽ സെന്റർ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുക. ഡയാമീറ്റർ 12 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ജോബിൽ മുഴുവനായി ഡ്രിൽ ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിലിൽ ഒരു ഡയാമീറ്റർ 20 mm ഡ്രിൽ ഫിക്സ് ചെയ്യുക. സ്റ്റെപ്പ് ഡ്രില്ലിംഗ് ചെയ്യുവാനായി ഡ്രിൽ ബിറ്റ് നൽകുമ്പോൾ ആദ്യം ഡ്രിൽ ഡയാമീറ്റർ 12 mm ഹോളിലേക്ക് ടച്ച് ചെയ്യുകയും ടെയിൽ സ്റ്റോക്കിന്റെ ഗ്രാജുവേറ്റ് കോളറിൽ റീഡിംഗ് രേഖപ്പെടുത്തുകയും ചെയ്യുക. ടെയിൽ സ്റ്റോക്കിന്റെ ഗ്രാജുവേറ്റഡ് കോളറിന്റെ സഹായത്തോടെ ഡയമീറ്റർ 20 mm ഡ്രിൽ 25 മില്ലിമീറ്റർ വരെ ഫീഡ് ചെയ്യുക. ലഭ്യമായ പരമാവധി ലെങ്തിലേക്ക് ഡയമീറ്റർ 45 മില്ലിമീറ്ററായി കുറയ്ക്കുന്നതിന് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ജോബ് തിരിച്ചുവച്ച് റീസെറ്റ് ചെയ്യുക. മൊത്തം 40 മില്ലിമീറ്റർ ലെങ്ത് നിലനിർത്തുവാൻ രണ്ടാമത്തെ എൻഡ് ഫേസിംഗ് ചെയ്യുക. ശേഷിക്കുന്ന ഭാഗം ഡയമീറ്റർ 45 മില്ലിമീറ്ററിലേക്ക് ടേണിംഗ് ചെയ്യുക.
ജോബ് ഡീബർ ചെയ്യുക. അളവുകൾ പരിശോധിക്കുക. ഡ്രില്ലുകളുടെ മൂർച്ച കൂട്ടുന്നതിനുള്ള പ്രൊസീജിയർ ഇപ്പോൾ നമുക്ക് പരിശോധിക്കാം. ഓരോ വീലിൻ്റെയും സർഫേസ് ശരിയാണോ എന്നും വീലുകൾ ഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. ആദ്യം 2 കൈകളിലും ബ്ലണ്ട് ട്വിസ്റ്റ് ഡ്രിൽ ശരിയായി പിടിക്കുക. അതിനുശേഷം ടൂൾ റെസ്റ്റിൽ ഡ്രിൽ വയ്ക്കുക. കട്ടിംഗ് സ്റ്റോണിൽ നിന്ന് 31 ഡിഗ്രി ആംഗിൾ നിലനിർത്തിക്കൊണ്ട് ഗ്രൈൻഡിംഗ് വീൽ ഫേസിൽ ഒരു ട്വിസ്റ്റ് ഡ്രില്ലിന്റെ കട്ടിംഗ് എഡ്ജിൽ ടച്ച് ചെയ്യുക. വീൽ ഫേസിൽ ഡ്രിൽ ചെറുതായി ട്വിസ്റ്റ് ചെയ്യുക. തുടർന്ന് 59 ഡിഗ്രി -600 ലഭിക്കുന്നതിന് ആവശ്യമായ കോണിലേക്ക് ഒരു കട്ടിംഗ് എഡ്ജ് പൊടിക്കുക. -600 ലഭിക്കുവാൻ മറ്റേ കട്ടിംഗ് എഡ്ജ് ആവശ്യമായ കോണിലേക്ക് പൊടിക്കുക. കട്ടിംഗ് അരികുകളുടെ നീളം തുല്യമായി നിലനിർത്തുക. ഡ്രിൽ ഗേജ് ഉപയോഗിച്ച് കട്ടിംഗ് ആംഗിൾ, ലീപ്പ് ആംഗിൾ, കട്ടിംഗ് എഡ്ജ് ലെങ്ത് എന്നിവ പരിശോധിക്കുക. ഗ്രൈൻഡിംഗ് മെഷീൻ ഓഫ് ചെയ്ത് ശരിയായി വൃത്തിയാക്കുക. ഡ്രില്ലുകൾ മൂർച്ച കൂട്ടുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ നമുക്ക് പഠിക്കാം. ശരിയായ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റുകൾ ധരിക്കുക. ടൂൾ റെസ്റ്റ് ശരിയായി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ടൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ഗ്രൈൻഡിംഗ് ചെയ്യുമ്പോൾ ഡ്രില്ലിന്റെ ഷങ്ക് ചെറുതായി താഴേക്ക് ഇളക്കുക. ഡ്രിൽ മൂർച്ച കൂട്ടുമ്പോൾ കട്ടിംഗ് എഡ്ജുകളുടെ നീളവും ആംഗിളുകളും തുല്യമായിരിക്കണം. പൊട്ടിപ്പോയതോ പിളർന്നതോ ആയ ഡ്രില്ലിന് ഒരിക്കലും മൂർച്ച കൂട്ടരുത്. ഡ്രിൽ അമിതമായി ചൂടാകുന്നത് ഒഴിവാക്കുക. തണുത്തുറയുന്ന വെള്ളത്തിൽ ഒരു ഡ്രിൽ വേഗത്തിൽ തണുപ്പിക്കുന്നത് കട്ടിംഗ് എഡ്ജിൽ വിള്ളലിന് കാരണമാകും. റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ: ഔട്ട്സൈഡ് ഡയാമീറ്ററിൽ ±0.1 മീറ്റർ ആക്യുറസിയിൽ ടേണിംഗ് ചെയ്യുവാൻ, ഹാൻഡ് ഫീഡ് ഉപയോഗിച്ച് ആവശ്യമായ വലുപ്പത്തിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്യുവാൻ, ഡെപ്ത് ശരിയാക്കുവാൻ മുൻപ് ഡ്രിൽ ചെയ്ത ഹോളിലൂടെ സ്റ്റെപ്പ് ഡ്രിൽ ചെയ്യുവാൻ, ഡ്രിൽ ഗ്രൈൻഡിംഗ് പ്രാക്ടീസ് എന്നിവ. ലേറ്റ് സ്റ്റെപ്പ് ഡ്രില്ലിംഗ്, ഡ്രിൽ ഗ്രൈൻഡിംഗ് പ്രാക്ടീസ് എന്നിവയെക്കുറിച്ചാണ് ഈ സെഷനിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ കാണാം.